ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ രണ്ട് സാരി വെച്ചിട്ട് രണ്ട് ടോപ്പും പാൻറ്റും തയ്ക്കാം. ഈ സാരി ഒരുപാട് പഴയ സാരിയാണ്, എൻ്റെ അമ്മയുടെ സാരിയാണ്. ഇതും അത്യാവശ്യം പഴയ സാരി തന്നെയാണ്. നമുക്ക് ഇത് വെച്ച് നല്ല രണ്ട് ടോപ്പും പാൻറ്റും തയ്ക്കാം. നമുക്ക് ഈ ബോർഡറൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കണം. ബോർഡറൊന്നും ഇല്ലാത്ത ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുക. ഈ ബ്ലാക്കിനും ഈ വലിയ ഫ്ലവേഴ്സൊക്കെ ഒഴിവാക്കി ഈ റൗണ്ട് വരുന്ന ഈ ഭാഗം വെച്ച് നമുക്ക് ചെയ്യാം. ഈ ബോർഡർ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം. രണ്ട് വശത്തുള്ള ബോർഡറും ഒഴിവാക്കണം. ബോർഡർ ഒഴിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇത് രണ്ട് സൈഡ് നമ്മൾ ബോർഡർ മുഴുവൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഈ അളവിലാണ് നമ്മൾ, ഇതാണ് ഈ സൈസിലാണ് നമ്മൾ ടോപ്പ് അടിക്കേണ്ടത്. ടോപ്പ് സെയിം വരുന്ന പാൻറ്റ് ഇതിൻ്റെ മോളെ സൈസാണ്. ഇത് കുറച്ച് മുന്നേ കോട്ടൺ ക്ലോത്ത് ചെയ്ത ടോപ്പാണിത്. ഈ അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. ചെസ്റ്റ് ഭാഗം വരുന്നത് 32, വേസ്റ്റ് വരുന്നത് 26ആണ്. പിന്നെ നമ്മുടെ ഹിപ്പ് 33ലാണ് ഉള്ളത് സൈസ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ടോപ്പ് ചെയ്യേണ്ടത്. ലെങ്ത്ത് 32 ഇഞ്ചാണ് വരുന്നത്. തുണിയിൽ വരുന്ന ലെങ്ത്താണിത്. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നമ്മൾ 32 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. വേസ്റ്റ് 32ഉം ഹിപ്പ് 36 വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാം. നമ്മളതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കട്ട് ചെയ്ത്, ഇതേ അളവ് വെച്ചിട്ട് നമ്മൾ ഒരു സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഈ ബോട്ടത്തിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത്ത് വരുന്നത് 38ഉം വേസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ ബാൻഡിൻ്റെ അളവെടുക്കുക. ഇതൊരു 36ആണ് വരുന്നത്. നമ്മൾ ഇത് ബോട്ടം 2 പീസ് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ബോട്ടത്തിൻ്റെ ബോട്ടത്തിന് നമ്മൾ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിന് റൗണ്ട് നെക്കാണ് കൊടുത്തത്. സ്ലീവ് ഇല്ലാത്ത ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തത്. സാരിനെ കൊണ്ട് അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ? പഴയ സാരിയല്ലേ, പഴയ സാരിക്ക് അതിൻ്റെ ഭംഗിയുണ്ടാവും. നമുക്ക് ഈ സാരി വെച്ചിട്ട് ഒരു ടോപ്പ് കൂടെ ചെയ്യാം. ആ ഫുൾ കൈ ഒക്കെ ആയിട്ട് അടിച്ചാൽ